ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ ഗോൾ കീപ്പർമാർ ആരൊക്കെയായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിശകലനങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിലെല്ലാം ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ബ്രസീലിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറും സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറും ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. പതിവ് പോലെ ആലിസൺ ബക്കർ, എഡേഴ്സൺ എന്നിവരായിരിക്കും ഈ പൊസിഷനുകളിൽ ഉണ്ടാവുക. ഇനിയിപ്പോൾ പരിക്കിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ മാത്രമാണ് ഈ രണ്ട് താരങ്ങൾക്കും പുറത്തേക്ക് പോവേണ്ടി വരിക. അല്ലാത്ത പക്ഷം ഈ രണ്ട് താരങ്ങൾക്കും ബ്രസീലിന്റെ സ്ക്വാഡിൽ സ്ഥാനം ഉറപ്പാണ്. ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ ആരായിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് പേർ ആ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും രണ്ട് താരങ്ങളാണ് ഉള്ളത്. ഒന്ന് ബെൻഡോയാണ്. നേരത്തെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ബെൻഡോ. കൂടാതെ ഹ്യൂഗോ സൗസ കൂടി അവിടെ വരുന്നു. അതായത് ബ്രസീലിയൻ നാഷണൽ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയ താരമാണ് ഹ്യൂഗോ സൗസ. പ്രധാനമായും ഈ രണ്ട് താരങ്ങളാണ് ഈ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ സൗസക്ക് ഒരൽപ്പം മുൻതൂക്കം ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം അദ്ദേഹം നല്ല ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്നലത്തെ മത്സരത്തിലും അദ്ദേഹം തന്റെ പെനാൽറ്റിയിലുള്ള ഒരു മികവ് തെളിയിച്ചിട്ടുണ്ട്. പൗളിസ്റ്റയിലെ സെമി ഫൈനലിന് യോഗ്യത നേടാൻ കൊറിന്ത്യൻസിനെ സഹായിക്കാൻ ഈ ഗോൾ കീപ്പർക്ക് കഴിഞ്ഞിരുന്നു. അതായത് ഷൂട്ടൌട്ടിൽ അദ്ദേഹം ഒരു പെനാൽറ്റി തടഞ്ഞിട്ടുണ്ട്. പെനാൽറ്റികൾ തടയുന്നതിൽ ഹ്യൂഗോ സൗസ വലിയ ഒരു മികവ് പുലർത്തുന്നു. ഇതുവരെ 37 പെനാൽറ്റികളാണ് കൊറിന്ത്യൻസിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. അതിൽ 12 പെനാൽറ്റികളും സേവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് നല്ല ഒരു നേട്ടം തന്നെയാണ്. നല്ല ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആണ് ഹ്യൂഗോ സൗസ. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ടീമിൽ എടുക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ ജപ്പാനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ സൗസ ബ്രസീലിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് പിഴച്ചു. അദ്ദേഹത്തിന്റെ പിഴവുകളിൽ നിന്നും ബ്രസീലിന് ഗോളുകൾ വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ബ്രസീലിനെ ആശങ്കപ്പെടുത്തുന്ന കാര്യം നല്ല ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ആലിസൺ ആണെങ്കിലും എഡേഴ്സൺ ആണെങ്കിലും പെനാൽറ്റികളുടെ കാര്യത്തിൽ ഒരു ആവറേജ് ഗോൾ കീപ്പർമാർ മാത്രമാണ്. ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഹ്യൂഗോ സൗസയെ പരിഗണിക്കുന്നത്. ഏതായാലും ബ്രസീലിന്റെ തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സൗസ വരാനുള്ള ഒരു സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.